ഹായ്, ഞാൻ ശിവദാസൻ. ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക എന്നുള്ളതിന് കുറച്ച് എഫേർട്ട് ആവശ്യം തന്നെയാണ്. ഇംഗ്ലീഷ് ടെൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയണം, കുറേ സെൻറ്റൻസുകൾ നന്നായിട്ട് അറിയണം, കുറേ യൂസേജസ് നന്നായിട്ട് അറിയണം. ഇതെല്ലാം അറിയുന്നവർ ധാരാളം പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും ചില ടിപ്സ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കടന്നു വന്നിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ആണ്. ഒന്നാമതായിട്ട്, നമ്മൾ ഒരിക്കലും ഫ്ലുവൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ സൂപ്പർ ഫ്ലുവസ് ആയിട്ട് സംസാരിക്കരുത്. ആവശ്യമില്ലാതെ ടോപ്പിക്സിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടൊരു സംസാരം അത് ഒഴിവാക്കണം. സോ ഡോണ്ട് ബി സൂപ്പർ ഫ്ലുവസ്. ഒരിക്കലും സൂപ്പർ ഫ്ലുവസ് ആയിട്ട് സംസാരിക്കരുത്. പിന്നെ കളക്ഷൻ ഓഫ് വേർഡ്, ഒരു വെക്കാബുലറി നന്നായിട്ടുണ്ടാവണം. കുറച്ച് ഇഡിയംസും ഫ്രേസസും ഒക്കെ മനസ്സിലാക്കി വെക്കുന്നത് ഫ്ലുവൻ്റ് ആവാൻ വളരെയധികം സഹായിക്കും. വേറൊരു ടിപ്സ് എന്ന് പറയാനുള്ളത്, സ്ലോ ആയിട്ട് സംസാരിക്കണം. ഒരിക്കലും ഫാസ്റ്റായിട്ട് സംസാരിച്ചിട്ട് സെൻറ്റൻസിൻ്റെ നടുക്ക് വെച്ച് സ്റ്റക്കായി പോകും. വേർഡ് കിട്ടാതെ വേർഡിന് വേണ്ടി പരത്തേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, സ്ലോ ആയിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പകുതി വെച്ച് സ്റ്റക്കായി കഴിഞ്ഞാൽ വേർഡ് ആലോചിക്കാനുള്ള സമയം പോലും കിട്ടും സ്ലോ ആയിട്ട് സംസാരിക്കുമ്പോൾ. പിന്നെ ഫ്ലുവൻസി കൂട്ടാൻ പറ്റുന്നത് ഈ ചാനൽ ചർച്ചകളൊക്കെ കാണാറുണ്ട്. ഇംഗ്ലീഷിലുള്ള ചർച്ചകൾ, ധാരാളം ഡിസ്കഷൻസ് കാണുന്നത് വളരെയധികം ഒരു 60% ഫ്ലുവൻസി കൂട്ടാൻ അത് സഹായിക്കും. അതുകൂടാതെ നമ്മൾ ഒരിക്കലും മലയാളത്തിൽ ചിന്തിച്ചിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ചിന്തിക്കുക ഫ്ലുവൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്താണ് ഇംഗ്ലീഷിൽ എങ്ങനെ ചിന്തിക്കാൻ കഴിയുക? നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലല്ലേ? അപ്പോൾ ചെറിയൊരു സെൻറ്റൻസ് ഞാൻ പറയാം. ഞാൻ ഓഫീസിലേക്ക് ഇന്ന് വരാൻ വൈകും. അപ്പോൾ വരിക എന്നുള്ളത് കം എന്നാണ്. ഐ വിൽ കം ലേറ്റ് ടു ഓഫീസ്. ഇങ്ങനെ പറയാതെ ഐ വിൽ ബി ലേറ്റ് ടു ഓഫീസ്. ഞാൻ മലയാളത്തിൽ ഓഫീസിൽ എത്താൻ വൈകും, വരാൻ വൈകും, വരിക എന്നുള്ളതെല്ലാം മലയാളത്തിൽ അതേപടി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഐ വിൽ ബി ലേറ്റ് ടു ഓഫീസ്, ഞാൻ ഓഫീസിലേക്ക് ഇന്ന് വൈകും, ഇങ്ങനെ പറയാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരാൾ ഒരു ബാഗിൽ കുറച്ച് സാധനങ്ങൾ നിറച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ്. അയാൾക്ക് അത് പൊക്കാനും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് അയാളെ സഹായിക്കണം. ഒരാളുടെ സഹായം അയാൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അയാൾ എങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ യു ലിഫ്റ്റ് മീ ദ തിങ്സ് ആൻഡ് പുട്ട് ഇൻ ദിസ് ബാഗ്? ഇങ്ങനെ ചോദിക്കേണ്ടി വരും. ഇങ്ങനെ ചോദിക്കുമ്പോഴും അത് പറയുമ്പോഴേ നമ്മൾക്ക് എന്തൊക്കെയോ ഒരു അപാകത തോന്നുന്ന പോലില്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ മലയാളത്തിലുള്ളത് വേർഡ് ബൈ വേർഡ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥമായി ഇത് എന്നെ ചെയ്യാൻ സഹായിക്കുക എന്നായി. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് മലയാളത്തിലുള്ളതിന് അതേപടി നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് വലിയ സ്ട്രഗിളാണ്. ഒരു എന്താ പറയുക, ഹെർക്കുലിയൻ ടാസ്ക് എന്നൊക്കെ പറയാം നിങ്ങൾക്ക്. അത് എക്സാക്റ്റ് ചിലപ്പോൾ ആവില്ല. അപ്പോൾ സമാനമായ രീതിയിലുള്ള ഇംഗ്ലീഷ് ലഭ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ചിന്തിച്ചിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ വേണ്ടത് എന്താണെങ്കിൽ, ഓരോ സെൻറ്റൻസ് ഓരോ ടെൻസ് നമ്മൾ പഠിക്കുമ്പോഴും അതിനെ തിരിച്ചും മറിച്ചും സെൻറ്റൻസുകൾ ചോദിക്കാൻ നമ്മൾ പഠിക്കണം. ഇത് ഫ്ലുവൻസി കൂട്ടാൻ ഒരു 80% നിങ്ങളെ സഹായിക്കും. ഫ്ലുവൻസി കൂട്ടാൻ. അപ്പോൾ അവൻ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അവൻ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നോ, ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, അവൻ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നില്ലേ, അവൻ എന്താണ് കുടിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ എന്തുകൊണ്ടാണ് കുടിച്ചുകൊണ്ടിരിക്കാത്തത്, എപ്പോഴാണ് അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഓരോ ടെൻസിൽ വരുന്ന സെൻറ്റൻസുകളിൽ തിരിച്ചും മറിച്ചും ഉപയോഗിക്കാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ നാവ് ഫ്ലുവൻസിക്ക് വഴങ്ങിത്തരും. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റക്കായിട്ട് പോകും. വേർഡ് കിട്ടാതെ യു വിൽ ബി യു വിൽ ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ. ഇപ്പം ഞാനും വേർഡ് കിട്ടാതെ ഇതുപോലെ പരതേണ്ടി വരും. എങ്ങനെയാണ്? നമ്മളത് സ്ലോ ആയിട്ട് പറയണം. സ്ലോ ആയിട്ട് പറയുമ്പോൾ ഒരു വേർഡ് കിട്ടിയില്ലെങ്കിൽ ഒരു വേർഡിന് നമുക്ക് സമാനമായ ധാരാളം വേർഡുകൾ ലഭിക്കും. ഇപ്പോൾ ഇഷ്യൂ എന്ന് പറയുന്നതിന് നമുക്ക് വേറൊന്ന് പറയാം പ്രോബ്ലം.
ഇസ് ദർ എനി ഇഷ്യൂ വിത്ത് യു, ഇസ് ദർ എനി ഇഷ്യൂ, ഇസ് ദർ എനി പ്രോബ്ലം വിത്ത് യു. ഇങ്ങനെ സമാനമായിട്ടുള്ള ചെറിയ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വേർഡുകളുണ്ട്. അപ്പോൾ ഈ സ്ലോ ആയിട്ട് പറയുമ്പോഴത് നമുക്ക് ഓർമ്മിക്കാനും അത് കൂടുതൽ പരതാതെ അന്വേഷിക്കാതെ നമുക്ക് ആ വേർഡ് കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറേ വേർഡുകളുണ്ട്. സെർച്ച് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, അതിന് അർത്ഥമാണ് ലുക്ക് ഫോർ, അന്വേഷിക്കുക. ഈ സെർച്ച് എന്ന് ഉപയോഗിക്കാതെ ലുക്ക് ഫോർ ഉപയോഗിക്കുക. ഇത്തരം പ്രയോഗങ്ങളെ പഠിച്ചു വയ്ക്കുക പ്രത്യേകമായിട്ട്. നിങ്ങൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കേണ്ട സമയത്ത് വാട്ട് ആർ യു സെർച്ചിങ് ഫോർ എന്ന് ചോദിക്കാതെ ചില നല്ല മനോഹരമായിട്ടുള്ള ചില യൂസേജുകളുണ്ട്. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, നീ എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതാണോ നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിനെ തന്നെ തിരിച്ചും മറിച്ചും പല വിധേന നമ്മൾക്ക് ഏതൊക്കെ വിധേന നമ്മൾക്ക് ചോദിക്കാൻ കഴിയും, ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ ഇതാണോ നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, നീ എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണോ നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഈസ് ദിസ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, ഈസ് ദിസ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, ഇതാണോ നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഓരോ ടെൻസിലും വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ അതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കിയിട്ടും ക്വസ്റ്റ്യൻ ഫോമിലാക്കിയിട്ടും വീണ്ടും അതിനെ ക്വസ്റ്റ്യനിലത്തെ നെഗറ്റീവ് ആക്കിയിട്ടും ചോദിച്ച് ശീലിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി കിട്ടുന്നതിന് ഒരു പ്രശ്നമില്ല. ഫ്ലുവൻസി തനിയെ വന്നു ചേരും. ഇപ്പം നമ്മൾക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ ഒരു ചോദ്യം ഉണ്ടാക്കുകയാണ്. ഇപ്പം രാമു എന്നുള്ള ഒരു കർത്താവ്, രാമു റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ള ചെറിയൊരു എക്സാമ്പിളാണ്. രാമു ഒരു കത്ത് എഴുതുന്നുണ്ട്. പല അർത്ഥവും ഇതിൽ വരുന്നുണ്ട്. നമ്മൾ അത്ര ഡീപ്പായിട്ട് ഇതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം, എങ്ങനെയാണ് ഫ്ലുവൻസി കൂട്ടാൻ ഇത് സഹായിക്കുക എന്നുള്ളത്. രാമു റൈറ്റ്സ് എ ലെറ്റർ, രാമു ഒരു കത്ത് എഴുതുന്നു. ഇനി രാമു സ്വാഭാവികമായിട്ടും പ്രസന്റ് സിമ്പിൾ എന്നും നടക്കുന്ന ഹാബിച്വലായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ശീലങ്ങളുടെ ഭാഗമായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇതിൽ പറയാറുള്ളത്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾക്കിവിടെ രാമു ഒരു കത്ത് എഴുതുന്നു. അപ്പോൾ രാമു ഒരു കത്ത് എഴുതുന്നോ എന്ന് ചോദിക്കണം. അപ്പോൾ രാമു എന്നുള്ളത് ഏകവചനമാണ്, കർത്താവ് ഏകവചനമാണ്. അപ്പോൾ ഡു ഡസ് ഉപയോഗിച്ചിട്ടാണ് പ്രസൻറ്റ് സിമ്പിളിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ രാമു സിംഗുലർ ആണ്, ഏകവചനമാണ്, അപ്പോൾ ഡസ് ഉപയോഗിക്കുക. ബഹുവചനമാകുമ്പോൾ ഡു ഉപയോഗിക്കുക. അപ്പോൾ രാമു ഒരു കത്ത് എഴുതുന്നു, രാമു റൈറ്റ്സ് എ ലെറ്റർ. ഡസ് രാമു റൈറ്റ് എ ലെറ്റർ, രാമു ഒരു കത്ത് എഴുതുന്നോ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് അതിൽ. രാമു എഴുതാറുണ്ടോ, ഡസ് രാമു റൈറ്റ് എ ലെറ്റർ, നമ്മൾ ചോദ്യം ഉണ്ടാക്കി. ഇനി അതിനൊരു ഉത്തരം പറയുക. ഫ്ലുവൻസി കൂട്ടാനുള്ള ചില രീതികളാണ് പറയുന്നത്. ഡസ് രാമു റൈറ്റ് എ ലെറ്റർ, യെസ് രാമു റൈറ്റ്സ് എ ലെറ്റർ, യെസ് ഹി ഡസ്, യെസ് ഹി ഡസ്. ഇതും അതിൻ്റെ ഒരു ആൻസറാണ്. നോ ഹി ഡസ് നോട്ട്. ഇതിന് ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് ഇതിനെ നെഗറ്റീവും പോസിറ്റീവും ആക്കി തിരിച്ചും മറിച്ചും ഉണ്ടാക്കി പഠിക്കാൻ കഴിയും, അതാണ് നമ്മുടെ ഫ്ലുവൻസി കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് തന്നെ നോക്കാം. രാമു റൈറ്റ്സ് എ ലെറ്റർ, ഡസ് രാമു റൈറ്റ് എ ലെറ്റർ, യെസ് രാമു റൈറ്റ്സ് എ ലെറ്റർ, യെസ് ഹി റൈറ്റ്സ് എ ലെറ്റർ. ഡസൻറ്റ് രാമു റൈറ്റ് എ ലെറ്റർ, രാമു ഒരു കത്ത് എഴുതുന്നില്ലേ. ഡസൻറ്റ് രാമു, ഡസ് നോട്ടിൻ്റെ ചുരുക്ക രൂപമാണ് ഡസൻറ്റ്. ചോദ്യം ഉണ്ടാക്കാൻ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഡു ഓർ ഡസിന് സെൻറ്റൻസിൻ്റെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഡസ് രാമു, ഇത് രാമു ഏകവചനമായി. അപ്പോൾ ഇതിനെ തിരിച്ചും മറിച്ചും ചോദ്യം ഉണ്ടാക്കണം നമ്മൾ ഫ്ലുവൻസി കൂട്ടാൻ വേണ്ടി. രാമു റൈറ്റ്സ് എ ലെറ്റർ, രാമു ഒരു കത്ത് എഴുതുന്നു. ഡസ് രാമു റൈറ്റ് എ ലെറ്റർ, രാമു ഒരു കത്ത് എഴുതുന്നുണ്ടോ. യെസ് രാമു റൈറ്റ്സ് എ ലെറ്റർ, രാമു ഒരു കത്ത് എഴുതുന്നുണ്ട്. നോ ഇല്ല, രാമു ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ, രാമു ഒരു കത്ത് എഴുതുന്നില്ല. ഇനി രാമു ഒരു കത്ത് എഴുതുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ. ഡസൻറ്റ് രാമു റൈറ്റ് എ ലെറ്റർ, രാമു കത്ത് എന്ന് എഴുതുന്നില്ലേ. ഡസൻറ്റ് ഇല്ലേ. അപ്പോൾ പ്രസന്റ് സിമ്പിളിൽ ഇല്ലേ എന്ന് ചോദ്യത്തിൽ ചോദിക്കണമെങ്കിൽ ഡസൻറ്റ് എന്ന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഡോണ്ട് എന്ന് ഉപയോഗിക്കണം. ഡസൻറ്റ് എന്നുള്ളത് ഏകവചനം കർത്താവാണെങ്കിൽ ഡസൻറ്റും, ബഹുവചനം കർത്താവാണെങ്കിൽ ഡു നോട്ടും ഡോണ്ട് എന്നും ഉപയോഗിക്കണം. ഈ രീതിയിൽ ഓരോ സെൻറ്റൻസുകളിൽ തിരിച്ചും മറിച്ചും എഴുതുന്നു, എഴുതുന്നില്ല, എഴുതുന്നോ, എഴുതുന്നില്ലേ. ഇനി എന്തുകൊണ്ട് എഴുതുന്നില്ല. വൈ ഡസൻറ്റ് രാമു റൈറ്റ് എ ലെറ്റർ, രാമു എന്തുകൊണ്ടൊരു കത്ത് എഴുതുന്നില്ല. വൈ ഡസൻറ്റ് രാമു റൈറ്റ് എ ലെറ്റർ. ഹൗ ഡസ് ഹി റൈറ്റ്, രാമു എങ്ങനെയാണ് ഒരു കത്ത് എഴുതുന്നത്. വേർ ഡസ് ഹി റൈറ്റ്. ഈ രീതിയിൽ ഒരു സെൻറ്റൻസിന് വാട്ട്, വേർ, വൈ, ഹൗ, എത്ര തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന്
ശരിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസറും നിങ്ങൾ ഉണ്ടാക്കി ശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലുവൻസി കൂടുന്നതിൽ എന്നതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതായാലും ഇംഗ്ലീഷ് അറിയുന്നവരാണ്, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് നമ്മളെ വളരെ പെർഫെക്റ്റ് ആക്കുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഫ്ലുവൻസി കൂട്ടാൻ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നതും നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതും ഒരു പരിധി വരെ, ഒരു 90% വരെ സഹായിക്കും. താങ്ക് യു. ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കുറച്ച് വേറെ ടിപ്സുകളായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.